എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവല്ലോ. എന്നാൽ അതിൽ നിന്ന് 4 ഇങ്ങോട്ട് എടുത്തോ. നമുക്ക് മാംഗോ വെച്ചിട്ട് 2 ഐറ്റംസ് ഉണ്ടാക്കാം. ഒന്ന് മാംഗോ പുഡിങ്ങും ഒന്ന് അറബിക് ഡെസേർട്ടും ആക്കാം. ഞാനിവിടെ മാംഗോ ജ്യൂസ് കുടിച്ച് മടുത്തു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ? ഈസി ആയിട്ട് ആക്കാട്ടോ. കുക്കിംഗ് ഒന്നും വേണ്ട, പെട്ടെന്ന് കാര്യം കഴിയും. നമുക്ക് വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് വെച്ചിട്ടാണ്. ഒന്ന് മാത്രം പുറത്തുനിന്ന് വാങ്ങണം കേട്ടോ. വിരുന്നുകാർ വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ വീട്ടിലെ സ്റ്റാർ ആവാം. ഇതിന്റെ ടേസ്റ്റോ വേറെ ലെവലാ. വായിലിട്ടാൽ അലിഞ്ഞു പോകും. സൂപ്പർ ടേസ്റ്റാ. അതിന്റെ ടെക്സ്ചർ തന്നെ കണ്ടോ, ഇത്രയ്ക്കും സൂപ്പറാ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാങ്ങ പീസൊക്കെ നമുക്ക് പ്യൂരിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കാച്ചിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഇട്ട് ചൂടുള്ള പാല് കുറച്ചൊഴിച്ച് കട്ട കുതിർത്തെടുക്കുന്നുണ്ട്. അതിൽ നെൻസ് ഒന്നും വരാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ആ ചൂടാറിയ പാൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മധുരം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. മാംഗോ പ്യൂരി ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാലിലേക്ക് ആ മാംഗോ അടിച്ചു വെച്ച പ്യൂരി അടിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡാണ് എടുക്കുന്നത്. മിൽക്ക് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രമിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അതിൻ്റെ അറ്റഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ അത് ഇരിക്കുമ്പോൾ ഒരു ഭംഗി കുറവാണ്. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി അതെല്ലാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പുഡിംഗ് ട്രേയിലേക്ക് ഞാനതെല്ലാം നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ മിൽക്കിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഫുള്ള് ഫില്ലാവണം. ഇങ്ങനെ അമർത്തി കൊടുക്കണം. അമർത്തി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ നമ്മുടെ മിക്സർ എത്തും. അതിനാണ് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ലെയറും ആവർത്തിക്കണം. ഒരു ലെയറും കൂടി ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അമർത്തി കൊടുത്ത് ഫുള്ള് ബാക്കിയുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഒരു പുഡിംഗ് കൂടി ഉണ്ടാക്കണം. അതിനും കൂടി ഉള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളതിൽ സ്പ്രെഡാക്കി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണേ. വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫുൾ ഫില്ലായി. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചത് അത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്കിതില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഒരു കവറ്, പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിലേക്ക് നിറച്ചിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുത്താലും മതി. അതും കാണാൻ നല്ല രസമായിരിക്കും. ഈ ഫ്രഷ് മാംഗോ കട്ട് ചെയ്തെടുത്തിട്ട് അതും അതിൽ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാൻ വെക്കണേ. ഇതിങ്ങനെ പീസാക്കിയിട്ട് ഞാൻ ഓരോന്നും അതിലെടുത്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഫ്രഷ് മാങ്ങ പീസ് കിട്ടുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് മിസ്സാക്കി കളയല്ലേ. ഇതും കൂടി വെച്ച് കൊടുക്കണേ. എന്നിട്ട് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി അടുത്ത ഡെസേർട്ട് ഉണ്ടാക്കാം. നമുക്ക് അറേബ്യൻ ഡെസേർട്ട് ഉണ്ടാക്കാം. അതിലേക്ക് ആ മിൽക്ക് മിക്സിലേക്ക് നമ്മൾ കുറച്ചധികം തന്നെ പ്യൂരി അടിച്ചു കൊടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ക്രീമും കൂടി ചേർത്ത് നല്ല രീതിക്ക് റിച്ചാക്കി എടുക്കുന്നുണ്ട്. ഇത് മിക്സ് ആവാൻ ഇത്തിരി പാടാട്ടോ. ഇത് ഞാൻ എന്നാലും മിക്സ് ആവും, നന്നായിട്ട് മിക്സായി ചേരും. ഇത് നന്നായി മിക്സാക്കി എടുക്കണം.
എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡുകൾ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിങ്ങനെ നന്നായിട്ട് നിരത്തി ഫില്ലാക്കി വെച്ച് കൊടുത്ത് ആ മിക്സ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി സോക്കായി കിട്ടണം. നന്നായി അമർത്തി വെച്ച് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പും വെച്ച് കൊടുക്കുക. ബ്രെഡ് അതും നന്നായിട്ട് ഫില്ലാക്കി എടുക്കണം. നമുക്കത് നിറച്ച് നല്ല സോക്കായിട്ട് കിട്ടുമ്പോഴാണ് ആ ടേസ്റ്റ് ശരിക്കും കിട്ടുക. അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലെയറിലും നന്നായി ആ മിക്സ് ഒഴിച്ചു കൊടുത്ത് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി സോക്കാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണം. അത് എന്നിട്ട് 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നന്നായി നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. ഇത് അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇതിൽ ഫുള്ള് പരട്ടി കൊടുക്കണം. നല്ല കനത്തിൽ തന്നെ പരട്ടി കൊടുക്കണം. ഞാനൊരു കപ്പ് ക്രീമാണ് കേട്ടോ എടുത്തത്. എത്ര ക്രീം എടുത്തതെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായി ഫില്ല് ചെയ്ത് കൊടുത്ത് അതെടുക്കണം. ഇത് ഒരേ രീതിയിൽ തന്നെ എല്ലായിടത്തും ആവാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പലയിടത്തും പല കനവും. അത് പാടില്ല. എല്ലായിടത്തും ഒരേ കനത്തിൽ തന്നെ ആക്കിയെടുക്കാൻ നോക്കണം. പിന്നെ ഇത് കഴിക്കുമ്പോൾ രണ്ടും കൂടി എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ ആ ടേസ്റ്റ് വേറെ ലെവല് തന്നെയാണ്. ഇത് എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാംഗോ നമ്മൾ അടിച്ചെടുത്ത പ്യൂരിയില്ലേ അത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ലുക്കായിരിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക നമുക്ക് പെട്ടെന്ന് കഴിക്കാനൊക്കെ ഒരു അട്രാക്ഷൻ വരില്ലേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ചെയ്യാനും പറ്റുമല്ലോ. ഇതുപോലെ എപ്പോഴും ജ്യൂസ് കൊടുക്കാണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും സന്തോഷമാവും, നമുക്കും സന്തോഷമാവും. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണേ. തണുപ്പിക്കാതെ അങ്ങനെ തന്നെ എടുക്കല്ലേ, അതിന് ക്ഷമ കാണിക്കണേ. അതും കൂടി ആവുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഐറ്റം കണ്ടോ എന്ത് സോഫ്റ്റാണ്. എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അതൊന്നും പറയാതിരിക്കുക ഭേദം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മിൽക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിൽക്കില്ലേ അതിൻ്റെ കൂടെ കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുക. കണ്ടോ ഒന്നും രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. ഇനി അടുത്തത് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും തണുപ്പിച്ച് കിട്ടി, നന്നായിട്ട് ചില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് കഴിച്ചു നോക്കാം. ഇതും രക്ഷയൊന്നുമില്ല, സൂപ്പർ പുഡിംഗ്. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാലോ. ഇത് ആ മിൽക്കില്ലാതെ ഞാൻ കഴിച്ചു നോക്കി, അപ്പൊ അത്ര പോരാ. ആ മിൽക്കും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനെല്ലാം വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.